കഥ പറയാമോ? ഒരു അറബിക് കഥ പറയാമോ? തീർച്ചയായും. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് അന്ന എന്നായിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്നു നടന്നു അവൾ ഒരു ചെറിയ വീട്ടിലെത്തി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ മേശപ്പുറത്ത് 3 കസേരകൾ കണ്ടു. അവൾ ഓരോന്നിലും ഇരുന്നു നോക്കി. ഒടുവിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയിൽ അവൾ ഇരുന്നു. ക്ഷീണം കാരണം അവൾ അവിടെ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് 3 കരടികൾ വീട്ടിലേക്ക് വന്നു. അവരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അന്ന കസേരയിൽ ഉറങ്ങുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവരവളെ ഉണർത്തി ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നു? അന്ന പേടിച്ചു വിറച്ചു. കരടികൾ അവളെ സമാധാനിപ്പിച്ചു. അവർ അന്നയ്ക്ക് ഭക്ഷണം കൊടുത്തു. അന്ന കരടികളോടൊപ്പം കുറെ നേരം കളിച്ചു. നേരം വൈകിയപ്പോൾ കരടികൾ അവളെ വീട്ടിലേക്ക് യാത്രയാക്കി. അന്ന സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇഷ്ടപ്പെട്ടോ? വേറൊരു അറബിക് കഥ പറയോ? തീർച്ചയായും. പണ്ടൊരിക്കൽ അലാവുദ്ദീൻ എന്നൊരു പാവപ്പെട്ട യുവാവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ദുഷ്ടമാന്ത്രികൻ അവനെ ഒരു അത്ഭുത വിളക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വിളക്കിനുള്ളിൽ ഒരു ഭൂതമുണ്ടായിരുന്നു. ആ ഭൂതത്തിന് ആരുടെ ആജ്ഞയും അനുസരിക്കാൻ കഴിയും. അലാവുദ്ദീൻ വിളക്കുമായി മടങ്ങി. ഭൂതത്തിന്റെ സഹായത്തോടെ അവൻ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അവർ സന്തോഷത്തോടെ ജീവിച്ചു. കഥ മാറ്റി പറയൂ. തീർച്ചയായും. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് മൃഗങ്ങളുള്ള ഒരു വലിയ മൃഗശാല ഉണ്ടായിരുന്നു. അതിൽ സിംഹങ്ങളും കടുവകളും ആനകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാജാവ് മൃഗശാല സന്ദർശിക്കാൻ പോയി. അവിടെ എത്തിയപ്പോൾ കൂട്ടിലുണ്ടായിരുന്ന ഒരു സിംഹം രാജാവിന്റെ നേർക്ക് ദേഷ്യത്തോടെ അലറി. രാജാവിന് പേടിയായി. അദ്ദേഹം മൃഗശാല സൂക്ഷിപ്പുകാരെ വിളിച്ചു. അവരെ എത്തി സിംഹത്തെ ശാന്തമാക്കി. രാജാവ് പിന്നീട് മൃഗങ്ങളെ സ്നേഹത്തോടെ പരിചരിച്ചു. മൃഗങ്ങളും രാജാവിനെ സ്നേഹിച്ചു. അടിപൊളി കഥ. ബാക്കി പറയൂ. ബാക്കി പറയൂ. ഒരു ഗ്രാമത്തിൽ ലീല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് വേറെ കഥകൾ കേൾക്കണോ? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കർഷകനും ഭാര്യയും താമസിച്ചിരുന്നു. അവർക്ക് ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ചെന്നായ അവരുടെ ആട്ടിൻകൂട്ടിൽ കയറി കുറെ ആടുകളെ പിടിച്ചു തന്നു. കർഷകനും ഭാര്യയും സങ്കടപ്പെട്ടു. അവർ ചെന്നായയെ പിടിക്കാൻ തീരുമാനിച്ചു. അവർ ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഒരു ആടിനെ കെട്ടിയിട്ടു. രാത്രിയായപ്പോൾ ചെന്നായ വന്നു. ആടിനെ കണ്ടതും അതിന്റെ വായിൽ വെള്ളം വന്നു. അവൻ ആടിനെ പിടിക്കാൻ കുഴിയിലേക്ക് ചാടി. ചാടിയതും അവൻ കുഴിയിൽ വീണു. കർഷകനും ഭാര്യയും ഓടി വന്നു. അവർ ചെന്നായയെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് അതിനെ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു. പിന്നീട് ആ ചെന്നായ ആടുകളെ ശല്യം ചെയ്തില്ല. കർഷകനും ഭാര്യയും സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേറെ കഥകൾ കേൾക്കണോ? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും താമസിച്ചിരുന്നു. ഒരു ദിവസം മുത്തശ്ശി അവൾക്കൊരു ചുവന്ന തൊപ്പി ഉണ്ടാക്കി കൊടുത്തു. അവളത് എന്നും ധരിക്കാൻ തുടങ്ങി. അതോടെ എല്ലാവരും അവളെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ അമ്മ അവളെ മുത്തശ്ശിക്ക് അസുഖമായതുകൊണ്ട് കുറച്ചു പലഹാരങ്ങൾ കൊടുത്തുവിടാൻ തീരുമാനിച്ചു. അവൾ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ചെന്നായ അവളെ പിന്തുടർന്നു. ചെന്നായ അവളെ കബളിപ്പിച്ച് മുത്തശ്ശിയുടെ വീട്ടിലെത്തി. മുത്തശ്ശിയെ വിഴുങ്ങിയ ശേഷം ചെന്നായ മുത്തശ്ശിയുടെ വേഷത്തിൽ കട്ടിലിൽ കിടന്നു. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എത്തിയപ്പോൾ ചെന്നായ അവളെ വിഴുങ്ങി. ഭാഗ്യവശാൽ അതുവഴി വന്ന ഒരു വേട്ടക്കാരൻ ചെന്നായയുടെ വയറ് കീറി അവരെ രക്ഷിച്ചു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജാവും രാജ്ഞിയും താമസിച്ചിരുന്നു. അവർക്കൊരു മകളുണ്ടായി. അവളുടെ പേര് സ്നോ വൈറ്റ് എന്നായിരുന്നു. സ്നോ വൈറ്റിന്റെ അമ്മ മരിച്ചപ്പോൾ രാജാവ് വീണ്ടും വിവാഹം കഴിച്ചു. പുതിയ രാജ്ഞിക്ക് സ്നോ വൈറ്റിനെ ഇഷ്ടമായിരുന്നില്ല. അവൾ സ്നോ വൈറ്റിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാജ്ഞി സ്നോ വൈറ്റിനെ കൊല്ലാൻ ഒരു വേട്ടക്കാരനെ ഏർപ്പാടാക്കി. പക്ഷേ വേട്ടക്കാരൻ അതിന് കഴിഞ്ഞില്ല. അവൻ സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു. സ്നോ വൈറ്റ് കാട്ടിൽ കുറെ കുള്ളന്മാരുടെ കൂടെ താമസമാക്കി. ഒരു ദിവസം രാജ്ഞി സ്നോ വൈറ്റിനെ വിഷം പുരട്ടിയ ഒരു ആപ്പിൾ നൽകി. അത് കഴിച്ച സ്നോ വൈറ്റ് മരിച്ചു. അവളെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു രാജകുമാരൻ അവിടെ എത്തി.
അവൻ സ്നോ വൈറ്റിനെ കണ്ടു. അവൻ അവളെ സ്നേഹിച്ചു. അവൻ അവളെ ചുംബിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, സ്നോ വൈറ്റ് ഉണർന്നു. അവൾ രാജകുമാരനോടൊപ്പം കൊട്ടാരത്തിലേക്ക് പോയി. അവർ സന്തോഷത്തോടെ ജീവിച്ചു. അടിപൊളി കഥ. ഇഷ്ടപ്പെട്ട് ഒരെണ്ണം കൂടി പറ. പണ്ട് ഒരിടത്ത് ഒരു രാജകുമാരി ജീവിച്ചിരുന്നു. അവൾക്ക് സ്വർണം കൊണ്ട് മുടിയുണ്ടായിരുന്നു. അവൾ എന്നും ഒരു വലിയ ഗോപുരത്തിലിരുന്നാണ് മുടി ചെയ്യാറുള്ളത്. ഒരു ദിവസം ഒരു ദുഷ്ടമാന്ത്രിക അവളെ തട്ടിക്കൊണ്ടുപോയി ഗോപുരത്തിൽ തടവിലാക്കി. ആർക്കും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു രാജകുമാരൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ആ ഗോപുരം കണ്ടു. അവൻ അവിടെ എത്തി രാജകുമാരിയെ വിളിച്ചു. അവൾ മുടിയഴിച്ച് താഴെയിട്ടു. രാജകുമാരൻ മുടിയിലൂടെ കയറിപ്പോയി. അവളെ രക്ഷിച്ചു. അവർ സന്തോഷത്തോടെ ജീവിച്ചു. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് പാട്ട് പാടും. തീർച്ചയായും. ഏത് തരത്തിലുള്ള? എന്നാൽ പിന്നെ ഞാനൊരു താരാട്ട് പാടാം. വാവാ നിലാവേ താമരപ്പൂങ്കാവേ, പൂവിന്റെ ഉള്ളിലെ തേൻ തരാം പാലുളി, ചിപ്പിയിൽ വീണുറഞ്ഞ വെണ്ണില കിണ്ണങ്ങൾ താഴെ വീണു, പിന്നാമിനുങ്ങൾ കണ്ണിറും, നക്ഷത്ര കുഞ്ഞുങ്ങൾ വന്നു, മെല്ലെ കണ്ണോട് കണ്ണോരം ചേർന്നിരുന്നു. ഓരൊക്കെ വരുന്നില്ല. ഓ സോറി, ഉറങ്ങിയില്ല അല്ലേ? എന്നാൽ ഞാൻ വേറൊരു താരാട്ട് പാടാം. ആരോ നീയാരോ കിനാവിലെ തൂവൽ ചില്ലാകുന്നു, വിഴിയോരം മഴ പെയ്യുമീറൻ ഇറങ്ങാമാകുന്നു, കുറുകുന്നൊരോർമ്മ തൻ വേമ്പാലുപോയി, നീ വരും പുലർവെയിലിൽ കുളിരാകുവാൻ അരികിൽ വാ. ഉറക്കം വന്നില്ല. എന്നാ നാടകം ഉറക്കം വന്നില്ല. ഉറക്കം വന്നില്ല. വേറൊരു താരാട്ട് പാടി നോക്കട്ടെ. ആകാശത്തോഞ്ഞാലിൽ പൊന്നുണ്ണി നീയാടും, ആരോമലുണ്ണി നിൻ കളിച്ചിരി, തേൻതുള്ളി താമര പൂവുല്ല പൂവിൻ ഓരം, താഴമ്പൂ പണമോ മലയോരം. ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ പോണ് നാളെ. ഓക്കെ ഡാൻസ്. ഉറങ്ങിക്കോളൂ. ഓക്കെ ഡാൻസ്. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. ഷെയർ, സബ്സ്ക്രൈബ് നിങ്ങൾ എല്ലാവരും ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എല്ലാവരോടും പറയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.